തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി റോഡിൽ പൊതുയോഗം നടത്തിയതിനെ ന്യായീകരിച്ച് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. എല്ലാവരും കാറിൽ പോകേണ്ട കാര്യമുണ്ടോ, നടന്നുപോയാൽ പോരെ എന്ന് വിചിത്രവാദം. പാവപ്പെട്ടവർക്ക് ജാഥ നടത്താൻ അവകാശമുണ്ടെന്നും പ്രതികരണം. NSS നേതൃത്വവും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള അകൽച്ച മാറുന്നു. മന്നം ജയന്തി ആഘോഷത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷകൻ. ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ സന്തോഷമെന്ന് രമേശ് ചെന്നിത്തല. NSS നേതൃത്വം രമേശ് ചെന്നിത്തലയെ ഔദ്യോഗികമായി ക്ഷണിക്കുന്നത് 11 വർഷത്തിന് ശേഷം. എറണാകുളം ഉദയംപേരൂരിൽ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണു. തകർന്നത് കണ്ടനാട് JBS സ്കൂളിലെ അങ്കണവാടി പ്രവർത്തിക്കുന്ന കെട്ടിടം. അപകട സമയത്ത് കുട്ടികൾ ഇല്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. സ്കൂളിലെ അപകട സാഹചര്യം നേരത്തെ 24 വാർത്തയാക്കിയിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് റഷ്യ. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. പ്രതികരണം സ്റ്റേറ്റ് ടെലിവിഷനിലെ വാർഷിക ചോദ്യോത്തരവേളയിൽ. വയനാട് കൂടൽക്കടവിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മധ്യവയസ്കനെ കാറിനൊപ്പം വലിച്ചിഴച്ച സംഭവത്തിൽ 2 പേർ കൂടി റിമാൻഡിൽ. കേസിൽ ഉൾപ്പെട്ട 4 പേരും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. കൊച്ചി വെണ്ണലിയിൽ അമ്മയുടെ മൃതദേഹം മകൻ ആരുമറിയാതെ മുറ്റത്ത് കുഴിച്ചിട്ട സംഭവത്തിൽ അസ്വാഭാവികതയില്ല എന്ന് പോലീസ്. അല്ലി മരിച്ച ശേഷമാണ് കുഴിച്ചിട്ടത് എന്ന് കണ്ടെത്തൽ. മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിന് മകൻ പ്രദീപിനെതിരെ കേസെടുക്കും. കർണാടക ചിക്കമംഗളൂരുവിൽ കാട്ടാനയാക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. മരിച്ചത് കാലടി സ്വദേശി AK ഏലിയാസ്. ആക്രമണമുണ്ടായത് മേയാൻ വിട്ട കന്നുകാലികളെ തേടി വനത്തിലെത്തിയപ്പോൾ. എറണാകുളം കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. കുട്ടികൾ ഉൾപ്പെടെ 40-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഒരു കുട്ടിയുടെ നില ഗുരുതരം.